إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وأن المساجد لله فلا تدعوا مع الله أحدا. أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭവനങ്ങൾ, മസാജിദുകൾ, ആ മസാജിദുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നിങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കുകയും അല്ലാഹു അല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതചിഹ്നങ്ങളിൽ പെട്ടതാണ് പള്ളികൾ എന്ന് പറയുന്നത്. അതിനെ ആദരിക്കുക എന്ന് പറയുന്നത് ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലൂടെ പറഞ്ഞതുപോലെ വമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതചിഹ്നങ്ങളെ ആദരിക്കുന്നുണ്ട് എങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന തഖ്വയിൽ നിന്നുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. മാത്രമല്ല പള്ളികളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് ആരാധനകൾ എടുക്കുന്നതായ അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭവനങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫീ ബുയൂത്തിൻ അസ്നല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവ്വി വൽ ആസാലി റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ ലിയജ്സിയഹും അല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫദ്ലിഹി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഫീ ബുയൂത്തിൻ, ചില ഭവനങ്ങളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ എടുക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭവനങ്ങൾ, അതാണ് മസാജിദുകൾ എന്ന് പറയുന്നത്. അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടാനും അത് പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല
കൽപ്പിച്ചിട്ടുള്ളതായ ഭവനങ്ങളത്രേ അത്. യുസബ്ബിഹു ലഹു ഫീഹ ബിൽ ഗുദുവി വൽ ആസാൽ. പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ചില ആളുകൾ ആ ഭവനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. ഒരു കച്ചവടവും ഒരു ബിസിനസ്സും അവരെ അശ്രദ്ധരാക്കി കളയുന്നില്ല. അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും, വ ഇഖാമിസ് സ്വലാത്ത്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്നും, വ ഈതാഇസ് സകാത്ത്, സകാത്ത് കൃത്യമായി അനുഷ്ഠിക്കുന്നതിൽ നിന്നും അവരുടെ ഭൗതിക കാര്യങ്ങൾ അവരെ അശ്രദ്ധരാക്കി കളയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ആ പള്ളികളിലുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള കാരണം എന്തെന്നറിയുമോ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. ഹൃദയങ്ങൾ കിടിലം കൊള്ളുന്നതായ, ഭയപ്പെടുന്നതായ, കണ്ണുകൾ തുറിച്ചു നോക്കുന്നതായ ഒരു ദിവസത്തെ കുറിച്ച് അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളെ അവർ ഹൃദയത്തിലേറ്റുകയും ആ ഭവനങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിച്ച ആ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വയസീദഹും മിൻ ഫദ്ലി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അളവില്ലാതെ റിസ്ക് നൽകുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. ഇവിടെയാണ് ഓരോ മുസ്ലിമും ആലോചിക്കേണ്ടത്, പള്ളിയുമായിട്ടുള്ള ബന്ധം എത്രത്തോളമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ ജമാഅത്തുകൾക്കും നമ്മൾ എത്തിപ്പെടാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഒരു അവസരത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ബശ്ശിരിൽ മശാഈന ഫിദ്ദുലമി ഇലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഇരുളിന്റെ മറവിൽ ഭയപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളികളിലേക്ക് നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് വെളിച്ചമില്ലാഞ്ഞിട്ടും വെട്ടമില്ലാഞ്ഞിട്ടും എഴുന്നേറ്റ് പോയ ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിൽ പരിപൂർണമായ പ്രകാശം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ് അഅദ്ദ അല്ലാഹു ലഹു നുസുലൻ മിനൽ ജന്ന കുല്ലമാ ഗദാ ഔ റാഹ്. ഒരു മനുഷ്യൻ അയാൾ പള്ളികളിലേക്ക് പോകുകയാണ് എങ്കിൽ അവൻ പള്ളിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു വിരുന്നൊരുക്കപ്പെടുന്നുണ്ട്. ആ വിരുന്ന് നാളെ യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന വേളയിൽ അവന് നൽകുന്നതാണ് എന്നാണ്. കുല്ലമാ ഗദാ ഔ റാഹ്. അവൻ പള്ളിയിലേക്ക് പോകുന്ന എല്ലാ അവസരത്തിലും, പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും അവന് പ്രത്യേകമായ പദവികളും ആ വിരുന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കപ്പെടുന്നുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളികളിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോൾ അവൻ വെക്കുന്ന ഓരോ കാലടിക്കും അവന്റെ ഒരു പാപം മായ്ക്കപ്പെടുകയും അതുപോലെ തന്നെ അവന്റെ ഒരു പദവി ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് പള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ആ പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നമസ്കാരത്തിനായി കൊണ്ട് നമ്മൾ എത്തിപ്പെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പള്ളികൾക്ക് അവന്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനം ഉണ്ടാകേണ്ടതുണ്ട്. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ പള്ളിയിൽ വന്നപ്പോൾ ആ പള്ളിയിൽ ആകെ ഇരുട്ടായിരുന്നു, അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ കച്ചവട ആവശ്യത്തിന് വേണ്ടി ഷാമിലേക്ക് പോയി തിരിച്ചു വരുന്ന വേളയിൽ അവിടെ വഴിയരികിൽ വെച്ച് ഫനാദീലുകൾ, റാന്തൽ വിളക്കുകൾ വിൽക്കുന്നത് അദ്ദേഹം കാണുകയും അവിടെ നിന്ന് ഏതാനും റാന്തൽ വിളക്കുകൾ അദ്ദേഹം വാങ്ങുകയും എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് അവിടെ തിരിയിട്ട് ആ വിളക്കുകൾ കൊളുത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, നവ്വർതൽ ഇസ്ലാം നവ്വറല്ലാഹു അലൈക. നീ ഇസ്ലാമിനെ പ്രകാശിതമാക്കിയിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രകാശം നൽകട്ടെ. ലൗ അന്നലി ഇബ്നതുൻ ലഅൻകഹ്തുകഹ. എനിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മക്കളും വിവാഹം ചെയ്തു പോയിരുന്നു, എന്നാൽ എനിക്ക് ഇനിയും ഒരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവളെ
നിനക്ക് വിവാഹം ചെയ്ത് തരുമായിരുന്നു എന്ന് ആ ഒരു സന്ദർഭത്തിൽ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വിളക്കുകൾ കൊളുത്തി പള്ളി പ്രകാശിതമാക്കിയ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന ചില വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അള്ളാഹുവിന്റെ പള്ളിയുമായി ആത്മബന്ധമുള്ള ആളുകൾ, അവർക്ക് നാളെ അള്ളാഹുവിന്റെ തണൽ മാത്രമുള്ള ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില ആദാബുകളും ചില മര്യാദകളും അതിന്റെ മഹത്വങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ വൃത്തിയോടുകൂടി ശുചിത്വം പാലിച്ചുകൊണ്ട് വുളു എടുത്തുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത്. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ പള്ളിയിലേക്ക് വരുന്ന എല്ലാ വേളകളിലും നിങ്ങൾ ഏറ്റവും ശുദ്ധിയായിക്കൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശാൻ സാധിക്കുമെങ്കിൽ സുഗന്ധം പൂശിക്കൊണ്ട് അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ വൃത്തിയായിക്കൊണ്ടാണ് ഒരാൾ പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ പല്ല് തേച്ചുകൊണ്ട് ശുചിത്വം പാലിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലൗല അൻ അശുഖ അല ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി സ്വലാത്തിൻ, എന്റെ ഉമ്മത്തിന് പ്രയാസകരമാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ എല്ലാ നിർബന്ധ നമസ്കാരത്തിന്റെ വേളകളിലും എന്റെ ഉമ്മത്തിനോട് ഞാൻ പല്ലിരക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ദുർഗന്ധമായിക്കൊണ്ട് പള്ളിയിൽ പോകരുത് എന്നാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ അകലൽ ബസല വസ്തൂമ വൽ ഖുറാസ ഫലാ യഖറബന്ന മസ്ജിദന, ആരെങ്കിലും ഉള്ളിയും അതുപോലെ തന്നെ വെള്ളുള്ളി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ദുർഗന്ധമുണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഫലാ യഖറബന്ന മസ്ജിദന, പള്ളിയിലേക്ക് അടുക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, മലക്കുകൾ മനുഷ്യർക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടാകുന്നുണ്ടോ അതുപോലെ തന്നെ മലക്കുകൾക്കും പ്രയാസം ഉണ്ടാക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പള്ളിയിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ഖുതുബ ശ്രവിച്ചുകൊണ്ട് അവരും ഈ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ദുർഗന്ധം അവർക്ക് പ്രയാസമാകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഭക്ഷണത്തിന്റെ വിഷയത്തെ ഹലാലായ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ നിഷിദ്ധമായിട്ടുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്നത് എങ്കിൽ എത്രത്തോളം ഗൗരവമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പള്ളിയിലേക്ക് വരാൻ ആഹ്വാനം ചെയ്ത കൽപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരാത്തവരെ, സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി മദീനത്തെ കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ട് കുറച്ച് വിറകുകളെ ഏറ്റിക്കൊണ്ട് പോയി അവരുടെ വീടും അവരെയും കത്തിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പള്ളിയിലേക്ക് സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കാത്തവരെ കുറിച്ച് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വളരെ ഗൗരവത്തിൽ അത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ പള്ളിയിൽ വരരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ശുചിത്വം പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസമില്ലാത്ത നിലക്ക് പല്ല് തേച്ചുകൊണ്ട് വരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ വുളു എടുത്ത് പള്ളിയിലേക്ക് വരുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, ആരെങ്കിലും നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വുളു എടുത്ത് ശുദ്ധിയായിക്കൊണ്ട് പള്ളിയിലേക്ക് വരികയാണ് എങ്കിൽ കഅജ്രിൽ ഹാജിൽ മുഹ്രിം, അവൻ ഒരു ഹജ്ജ് ചെയ്തവന്റെ കൂലിയാണ് അവന് ലഭിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാഹനത്തിൽ കയറാതെ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നതാണ് കൂടുതൽ പുണ്യമുള്ള കാര്യം. ജുമുഅക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസൽ, ആരെങ്കിലും ജുമുഅക്ക് വേണ്ടി
കുളിക്കുകയും അങ്ങനെ ശുദ്ധിയായിക്കൊണ്ട് വരികയും ഏറ്റവും നേരത്തെ അതിനേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുകയും വമശാവലം യർത്തം അവൻ വാഹനത്തിൽ പ്രവേശിക്കാതെ വാഹനത്തിൽ കയറാതെ നടന്നുകൊണ്ടാണ് വരുന്നത്. വദനാമിനൽ ഇമാമി വസ്തമ അങ്ങനെ ഇമാമിന്റെ അടുത്ത് നിന്ന് ഇരിക്കുകയും ഇമാമിന്റെ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലം യൽഹു അവൻ ഖുതുബ ബാത്തിലായി പോകുന്ന മുറിഞ്ഞു പോകുന്ന അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു സന അവന്റെ ഓരോ കാൽപാദങ്ങൾക്കും ഒരു വർഷത്തെ അമല് ചെയ്തതിന്റെ പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അജ്റു സിയാമിഹ വ ഖിയാമിഹ അവൻ ഒരു വർഷം നോമ്പ് നോറ്റതിന്റെയും അതുപോലെ തന്നെ ഒരു വർഷം നിന്ന് നമസ്കരിച്ചതിന്റെയും പ്രതിഫലമാണ് ലഭിക്കുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന് പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുന്നതിന്റെ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ യഅലമു നാസു മാ ഫി നിദാഇ വസ്സഫിൽ അവ്വൽ ജനങ്ങളെങ്ങാനും ഒന്നാമത്തെ സ്വഫിന്റെയും അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്നതിന്റെയും ആ ഒരു പ്രതിഫലം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തുമ്മലം യജിദു ഇല്ലാ അൻ യസ്തഹിമു അലൈഹി ലസ്തഹമു അവിടെ ബാങ്ക് കൊടുക്കാനോ അതുപോലെ തന്നെ ഒന്നാമത്തെ സ്വഫ് കരസ്ഥമാക്കാനോ അവർ അവിടെ ഒരു നറുക്കിടൽ ഉണ്ടാകുന്നുവെങ്കിൽ അങ്ങനെ നറുക്കിട്ടിട്ടെങ്കിലും ആ ഒരു പുണ്യം കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ സമാധാനത്തോടു കൂടി ധൃതിയില്ലാതെ നമുക്ക് റക്അത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതി ഓടിച്ചാടിയല്ല പള്ളിയിലേക്ക് വരേണ്ടത്. വളരെ സാവകാശത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇദാ സമിഅതുമുൽ ഇഖാമ നിങ്ങൾ ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ ഫംശു ഇല സ്വലാ നിങ്ങൾ നമസ്കാരത്തിലേക്ക് നടന്ന് സഫിലേക്ക് വരിക. വഅലൈക്കും ബിസ്സകീനതി വൽ വഖാർ വളരെ ശാന്തരായിക്കൊണ്ട് അടുക്കത്തോടു കൂടിയാണ് വരേണ്ടത്. വലാ തുസ്രിഉ നിങ്ങൾ വേഗത്തിലാക്കരുത്. വമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമു നിങ്ങൾക്ക് ലഭിച്ച റക്അത്ത് നമസ്കരിക്കുകയും നഷ്ടപ്പെട്ടു പോയ റക്അത്തുകൾ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വഫീ സമഇ നൂറ വഫീ ബസരി നൂറ വഅൻ യമീനി നൂറ വഅൻ യസാരി നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ വഅമാമി നൂറ വഖൽഫി നൂറ വജഅൽ ലീ നൂറ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ പതിവാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ പള്ളിയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിൽക്കാനും വാങ്ങാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട സാധനങ്ങൾ ഉറക്കെ വിളിച്ചു പറയാനും പള്ളിയിൽ പാടില്ലാത്തതാണ്. അത്രയും അച്ചടക്കം വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സമിഅ റജുലൻ യൻശുദു ളാലതൻ ഫിൽ മസ്ജിദ് ആരെങ്കിലും പള്ളിയിൽ വെച്ച് തന്റെ നഷ്ടപ്പെട്ട പോയ സാധനങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരോട് പറയണം ഫൽയഖുൽ ലാ റദ്ദഹല്ലാഹു അലൈക് ലാ റദ്ദഹല്ലാഹു ഇലൈക് താങ്കൾക്ക് ആ നഷ്ടപ്പെട്ട സാധനം ലഭിക്കാതിരിക്കട്ടെ എന്ന് അവരോട് പറയുകയാണ് വേണ്ടത്. ഇന്നൽ മസാജിദ ലം തുബന ലിഹാദാ കാരണം പള്ളി ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം പള്ളിയിൽ കച്ചവടം പാടില്ലാത്തതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ റഅയ്തും മൻ യബീഉ ഔ യബ്തഉ ഫിൽ മസ്ജിദ് ഫഖൂലു നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ വെച്ച് കച്ചവടം നടത്തുന്നത് നിങ്ങൾ ആരെയും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് കച്ചവട ക്രയവിക്രയങ്ങൾ നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയേണ്ടത് ലാ അർബഹല്ലാഹു തിജാറതക നിങ്ങളെ ആ ഒരു കച്ചവടം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഭത്തിലാക്കി തരാതിരിക്കട്ടെ എന്ന് അവരോട് പറയുകയാണ് വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ ഇബാദത്ത് എടുക്കുന്നവർക്ക് വിശിഷ്യ നമസ്കരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്ന നിലക്ക് അവരുടെ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റുന്ന നിലക്കുള്ള യാതൊരു പ്രവർത്തനങ്ങളും സംസാരങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നമസ്കാരത്തിനിടയിൽ ഉറക്കനെ വിശുദ്ധ ഖുർആൻ ഓതാൻ പോലും പാടില്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ പള്ളിയുമായി ബന്ധപ്പെട്ട ഈ ആദാബുകൾ നമ്മൾ പാലിക്കുകയും ആ പള്ളിയുടെ ഹക്കുകൾ നിർവഹിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أوصيكم وإياي ثانيا بتقوى الله. സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അവിടുത്തെ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അതുപോലെ തന്നെ ഒരു നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ വെറുക്കപ്പെട്ടത് അവിടുത്തെ അങ്ങാടികളാണ്. തൗഹീദിന്റെ പ്രഭവ കേന്ദ്രവും ഈമാനിന്റെ ഒരു കോട്ടയുമാണ് പള്ളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നാട്ടിൽ പള്ളി ഉണ്ടാകുക, ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ സമ്പത്ത് നൽകുക, അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യം നിറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദ. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയാണ് എങ്കിൽ വലൗ കമഫ്ഹസി ഖഫാത്തിൻ, ഒരു കുരുവിക്കൂടിന്റെ അത്രയെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ അതിനുള്ള സമ്പത്തോ ഒരാൾ ചിലവഴിക്കുകയാണ് എങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ അവനൊരു ഭവനം നിർമ്മിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ദുനിയാവിൽ ഒരു വീട് ലഭിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരെയും വലിയ ആഗ്രഹമാണ്. നമ്മുടെ അധ്വാനിക്കുന്നതിന്റെ വലിയൊരു ശതമാനം സമ്പത്ത് നമ്മൾ ചിലവഴിക്കുന്നത് നമ്മളൊരു നല്ലൊരു വീട് നിർമ്മിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെറിയൊരു സമ്പത്ത് ചിലവഴിക്കുന്നതിലൂടെ നാളെ പരലോകത്ത്, നാളെ സ്വർഗത്തിൽ വെച്ച് നമുക്കൊരു വീട് നിർമ്മിച്ചു തരുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ നാളെ മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മളെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ചില സൽക്കർമ്മങ്ങളെ പറഞ്ഞ ഒരു സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പള്ളി നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ്. പള്ളി നിർമ്മിച്ചാൽ നാളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും ആ പള്ളിയിൽ ആരൊക്കെ നമസ്കരിക്കുന്നുണ്ടോ, എത്ര കാലം ആ പള്ളി നിലനിൽക്കുന്നുണ്ടോ, ആരൊക്കെ ഇബാദത്തുകൾ ആ പള്ളിയിൽ വെച്ച് നിർമ്മിക്കുന്നുണ്ടോ, അതിന്റെയൊക്കെ പ്രതിഫലം നമുക്ക് മുറിയാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പള്ളികളെ ആദരിക്കാനും അതിന്റെ ഹക്കുകൾ നിർവഹിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.